ശ്രീ സ്കറിയ തോമസ്, ഇതാ ഒരിക്കൽ കൂടി ഉറപ്പുള്ള വിവരങ്ങൾ കിട്ടുകയാണ്. പരമാവധി MLA-മാരെ കൂടെ നിർത്തുക എന്ന സന്ദേശം PJ ജോസഫിന് ലഭിച്ചിരിക്കുന്നു. തൊട്ട് മുമ്പ് വരെ വളരെ ദുർബലനായ, ശാരീരിക ആവശ്യകതകൾ കൊണ്ട് പരിക്ഷീണനായ, ആരെയും നയിക്കാൻ പ്രാപ്തിയില്ലാത്ത, നയിക്കുന്നതിൽ ഒരു താല്പര്യവുമില്ലാത്ത PJ ജോസഫ് എന്നാണ് നമ്മളെല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നതും ദുഃഖകരമായി നമുക്കെല്ലാം ലഭിച്ചുകൊണ്ടിരുന്നതുമായ വാർത്ത. ആ PJ ജോസഫ് ഇതാ തൻ്റെ രോഗ അവസ്ഥയിൽ നിന്ന് ഉയിർത്തെഴുന്നേറ്റ് ഒരിക്കൽ കൂടി കേരള കോൺഗ്രസിന്റെ ഒരു വിഭാഗത്തിന്റെ നായകനായി മാറിയിരിക്കുന്നു. എന്തു തോന്നുന്നു? ശ്രീമാൻ ഉമ്മൻചാണ്ടി എന്ന് പറയുന്നയാള് ഒരു നല്ല വൈദ്യരാണ്, രാഷ്ട്രീയത്തിൽ ഒരു നല്ല ഡോക്ടറാണ്. അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഈ ഗുളിക, അതിന് വിറ്റാമിൻ A, B, C എന്നൊക്കെ നമ്മൾ പറയും, അതൊന്നും അല്ലാത്ത ഒരു ഗുളിക ഉമ്മൻചാണ്ടിയുടെ പോക്കറ്റിലുണ്ട്. അതായത് വിറ്റാമിൻ P. അതിപ്പോൾ PJ ജോസഫിന് കൊടുത്തെങ്കിൽ പവർ, ആ ഗുളിക കഴിച്ചതിൻ്റെ ആയിരിക്കാം PJ ജോസഫ് ഇപ്പോൾ സടകുടഞ്ഞെണീറ്റ് രോഗങ്ങളിൽ നിന്ന് മുക്തനായി ആരോഗ്യവാനായി ചിലപ്പോൾ ക്ലിഫ് ഹൗസിൽ പോയി എന്ന് വരാം. അത് ചരിത്രം അത് വീണ്ടും ആവർത്തിക്കുകയാണ്. ഇതുപോലെ ശ്രീമാൻ മാണി സാറിനെ വിട്ടിട്ട് PJ ജോസഫ് ക്ലിഫ് ഹൗസിൽ കയറിയ ചരിത്രമുണ്ട്. അത് മാണി സാർ മറക്കരുത്. അതുകൊണ്ട് PJ ജോസഫ് വീണ്ടും ആ ക്ലിഫ് ഹൗസിലേക്ക് പണ്ട് കയറിയതുപോലെ കയറി ഉമ്മൻചാണ്ടിക്ക് പകരം ശ്രീമാൻ K. കരുണാകരൻ ലീഡർ അദ്ദേഹം കൊടുത്ത ആ വിറ്റാമിൻ P കഴിച്ചതുപോലെ വീണ്ടും അദ്ദേഹം അത് കഴിച്ച് ആരോഗ്യവാനായി വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ജോസഫിനെ സ്വീകരിച്ചുകൊണ്ട് മാണിയെ തള്ളുക എന്ന ഒരു നയത്തിലേക്ക് ഉമ്മൻചാണ്ടി എത്തുമ്പോൾ മാണിയുടെ താല്പര്യം എവിടെയെങ്കിലും സംരക്ഷിച്ചു നിർത്തുന്നുണ്ടാവുമോ? അപ്പോഴും ഉണ്ടാവും. 5-ൽ 2 പേരെ പോയാലും മാണിയടക്കം 3 MLA-മാർ ഉണ്ടാകും മാണിയുടെ കൂടെ. മന്ത്രിസഭ വീഴ്ത്താൻ വേണ്ട MLA-മാർ എന്നതാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരം. മാണിയുടെ കേസുകൾ സംരക്ഷിക്കുക, മാണിയെ കേസിൽ സംരക്ഷിച്ചു നിർത്തുക എന്നൊരു രഹസ്യ ദൗത്യം കൂടി സമാന്തരമായി എവിടെയെങ്കിലും നടക്കുന്നുണ്ടാവുമോ? അങ്ങനെ ഒരു കരാറിൽ കൂടി ആയിരിക്കുമോ വ്രണിതനാണെങ്കിലും അപമാനിതനാണെങ്കിലും പകയുള്ളവനാണെങ്കിലും മാണിയെ കൂടെ നിർത്താൻ ഉമ്മൻചാണ്ടി കരി നീക്കുന്നത്? അങ്ങനെ കൂടിയാകുമോ ഉഴവൂർ വിജയൻ? ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പറയാൻ പറ്റില്ല. ആരെയും ശരിപ്പെടുത്തുന്ന കാര്യത്തിൽ അദ്ദേഹത്തിനോളം വിരുതുള്ള വേറെ ആരുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഹിന്ദി സിനിമയിലെ വില്ലനെ പോലെയാണ്. കണ്ടാൽ സുമുഖൻ, സുന്ദരൻ. പക്ഷേ അവസാന സീനിൽ മാത്രമേ സിനിമയിൽ നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഈ കൊടും കൊലപാതകം നടത്തിയത് ഇയാളാണ് എന്നുള്ള. അത്ര തന്ത്രപരമായി ഒരു ഉറുമ്പിനെ പോലും അദ്ദേഹം ചവിട്ടില്ല. ഉറുമ്പ് നേരെ വന്നാൽ ഓടയിലൂടെ ഇറങ്ങി അപ്പുറത്തൂടെ പോകുന്ന ആളാണ് ഉമ്മൻചാണ്ടി. അതുപോലെ വർത്തമാനം പറഞ്ഞാൽ ആർക്കും പിടികിട്ടില്ല. അതുപോലെ സംസാരിച്ച് ഞഞ്ഞ പിഞ്ഞഞ്ഞ എന്നുള്ള നിലയിൽ എന്താണെങ്കിലും എല്ലാവരെയും സുഖിപ്പിച്ച് കൈകാര്യം ചെയ്ത് മുമ്പോട്ട് പോകുന്ന കാര്യത്തിൽ വളരെ തന്ത്രമുള്ള ആളാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹം ആരെയൊക്കെ മലർത്തിയടിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ കൊച്ചിയിൽ നടക്കുന്ന ഫുട്ബോൾ കളി തന്നെയാണ്, അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ ചെന്ന് കൊള്ളും എന്ന് പറയാൻ പറ്റില്ല. ആ തരത്തിലുള്ള കളിയാണ്. ഓർത്തു ചിരിക്കാനും ഓർത്തോർത്ത് ചിരിക്കാനും പൊട്ടിച്ചിരിക്കാനും പൊട്ടിച്ചിരിക്കാനും കഴിയുന്ന കോമഡി പരിപാടി പോലെയാണ് ഇന്ന് UDF-ന്റെ പ്രവർത്തനം. അധികം താമസിയാതെ NBC ഈ UDF ടൈറ്റാനിക് പോലെ പൊട്ടിച്ചിതറാൻ പോവുകയാണ്. ഇന്ന് ചിലപ്പോൾ പൂർണ്ണമായി ഉണ്ടാകുന്നു വരില്ല. ഇതൊരു അഗ്നിപർവ്വതം പോലെയാണ്. ഏത് സമയവും പൊട്ടിത്തെറിക്കാവുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. അതുകൊണ്ടാണ് ഞാൻ UDF എന്ന് പറഞ്ഞാൽ തന്നെ ഉഡായിപ്പ് ഡെവലപ്മെൻറ്റ് ഫ്രണ്ട് എന്നൊരു ഫുൾ ഫോം ഇതിനോടകം കൊടുത്തിട്ടുള്ളത്. അത് അന്വർത്ഥമാകത്തക്ക തരത്തിലാണ് കഴിഞ്ഞ കുറേ കാലമായി യുവന്മാരുടെ ഈ കളി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അധികകാലം നടക്കാൻ പോകുന്നില്ല. അധികാരത്തിൻ്റെ ആനപ്പുറത്ത് കയറി ധിക്കാരത്തിൻ്റെ വെഞ്ചാമര പിടിക്കാൻ ഉമ്മൻചാണ്ടി അരുവിക്കര തെരഞ്ഞെടുപ്പോട് കൂടി തയ്യാറായെങ്കിൽ അതിന് കനത്ത തിരിച്ചടി തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. മാണിയിലൂടെ മറ്റൊരു തിരിച്ചടി നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി രക്ഷയില്ല. മാണിയുടെ അതേ പതനം, അതിനേക്കാൾ ദാരുണമായ പതനം പുതുപ്പള്ളിക്കാരൻ കുഞ്ഞുണ്ടാകും. ഈ കോർപ്പറേഷനിൽ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDF 3-ാം സ്ഥാനത്ത് പോയി. സത്യം പറഞ്ഞാൽ ഉമ്മൻചാണ്ടി തിരുവനന്തപുരം വിട്ട് പുതുപ്പള്ളിയിലേക്ക് താമസം മാറ്റേണ്ടതാണ് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഇതിനെല്ലാം ഉത്തരവാദി ഉമ്മൻചാണ്ടിയാണ്. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സംഭവാമി യുഗേ എന്ന് മാത്രമേ എനിക്ക് പറയാൻ. ഉഴവൂർ വിജയൻ തിരിച്ചു വരാം. ഫക്രുദ്ദീൻ, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. KM മാണിയെ പരിരക്ഷിക്കുക,
അദ്ദേഹത്തെ അപമാനിച്ചാൽ പോലും, അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കിയാൽ പോലും അദ്ദേഹത്തിൻ്റെ എല്ലാ പകയോടും കൂടി അദ്ദേഹത്തെ കൂടെ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തെ സംരക്ഷിക്കുക എന്നൊരു നീക്കം ഇല്ലാതെ ഈ ഫോർമുല വിജയിക്കാൻ വയ്യ. അങ്ങനെയാണെങ്കിൽ PJ ജോസഫ് വിഭജിച്ച കേരള കോൺഗ്രസിലെ വലിയ വിഭാഗത്തിൻ്റെ സാരഥിയായി മന്ത്രിസഭയിൽ തുടരുക തന്നെ ചെയ്യും. അദ്ദേഹത്തിൻ്റെ ദൗത്യം, കേരള കോൺഗ്രസിനുള്ളിലെ ദൗത്യം എത്രമാത്രമായിരിക്കും, അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും, അങ്ങനെയുള്ള ആ പോക്കിൻ്റെ പരിസമാപ്തി എവിടെയായിരിക്കും? PJ ജോസഫ് ഇൻ ബിറ്റ്വീൻ ഇടക്കാലത്ത് വരുന്ന നേതാവായിരിക്കും. PJ ജോസഫിന് ശാരീരികമായും മറ്റുമുള്ള അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള ജനറേഷൻ്റെ പ്രശ്നങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് വളരെ കാലം PJ ജോസഫിനോ മാണിക്കോ കേരള കോൺഗ്രസിൻ്റെ നേതാവായി നിൽക്കാൻ പറ്റില്ല. അതിൻ്റെ മധ്യ തിരുവിതാംകൂറിലെ കേരള കോൺഗ്രസ് രാഷ്ട്രീയം ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ഈ പറഞ്ഞ ബുദ്ധ നേതൃത്വത്തിൽ മാറ്റത്തിന്റെ ഇടക്കണ്ണിയാണോ ജോസഫ്? ഇടക്കണ്ണിയാണ് ജോസഫ്. പിന്നാലെ വരുന്നവന്റെ വാറഴിക്കാൻ. അതെ, എനിക്ക് തോന്നുന്നു ഈ പിന്നാലെ വരുന്നവെന്ന് പറയുന്നത് അത് എൻ്റെ ഒരു കാൽക്കുലേഷൻ ശരിയാണെങ്കിൽ റോഷി അഗസ്റ്റിനാണ് സാധ്യത. റോഷി ആള് പേടിത്തൊണ്ടൊരു മാണിയോട് വിധേയത്തൊക്കെ കാണിക്കുന്നത് അതൊക്കെ ഉണ്ടാവും. പക്ഷേ റോഷിക്ക് നല്ലൊരു ഇമേജ് ഉണ്ട്. റോഷിയുടെ നാടായ ഇടുക്കിയിൽ കേരള കോൺഗ്രസ് ഈ മലയോര മുന്നണിയോട് ഏറ്റവും വലിയ തിരിച്ചടിയൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് റോഷിനെ പോലുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ ആ മേഖലയിൽ മൊത്തം ഗുണമുണ്ടാവുള്ളൂ. മാത്രമല്ല റോഷി വിധേയത്വം കാണിക്കുമ്പോൾ റോഷിനെ ചവിട്ടി ഇരുത്തി കഴിഞ്ഞാൽ അത് റോഷിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഈ സാധ്യത ഉള്ളത് കൊണ്ട് പിന്നെ ജോസ് കെ മാണിക്ക് ഒരു കാരണവശാലും റോഷിയായിട്ട് മാച്ച് ചെയ്യുന്ന ഒരാളല്ല. റോഷി അത്യാവശ്യം വിഷനൊക്കെ ഉള്ളൊരു ചെറുപ്പക്കാരനാണ്. അതുകൊണ്ട് റോഷി അഗസ്റ്റിനായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരാളായിരിക്കും പുതിയ കേരള കോൺഗ്രസിന്റെ നേതൃത്വമായിട്ട് ഉയർന്നു വരിക എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്കറിയ തോമസ്, അപ്പോൾ ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ഭാവി? ജോസ് കെ മാണിക്ക് ഇപ്പോൾ തന്നെ നല്ല ഭാവിയിലാണ് നിൽക്കുന്നത്. സ്വന്തം പിതാവ് വെറുതെ ഈ തിരുവനന്തപുരത്ത് വെള്ളാടി നടക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ വിഹായസിൽ കൂടി ഡൽഹി കേരള യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ കൂടുതൽ ഒരു ഭാവി കൊടുക്കാൻ വേണ്ടിയായിരിക്കാം മാണിസാർ ഒരുപക്ഷെ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശ്രമവും ശ്രീമാൻ PJ ജോസഫ് അട്ടിമറിച്ചതായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ KM മാണി സാറും പിന്നെ അദ്ദേഹത്തിൻ്റെ പുത്രൻ ജോസ് കെ മാണി എല്ലാവർക്കും ഒരേ ഭാവിയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ പന്ത് ശ്രീമാൻ PJ ജോസഫിൻ്റെ കൈകളിൽ വീണ്ടും എത്തിയിരിക്കുകയാണ്. അദ്ദേഹം തോമസ് തിരിച്ചു വരാം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, മാണി UDF നേതൃ ക്യാമ്പിലേക്ക് പോകുന്നത്, യോഗത്തിലേക്ക് പോകുന്നത് തൻ്റെ കീഴടങ്ങൽ വെളിപ്പെടുത്താനും പരസ്യപ്പെടുത്താനും വേണ്ടിയാണ് എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. M രാജീവ് നമ്മളോടൊപ്പം. രാജീവ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? NTC മാണി കീഴടങ്ങുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ മാണിയുടെ ക്യാമ്പുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. മാണിക്കൊപ്പമുള്ള MLA-മാരുടെ എണ്ണം അനുനിമിഷം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. ഉമ്മൻചാണ്ടിയുടെ തന്ത്രം ഫലിച്ചു എന്നാണ് നമുക്ക് ഇപ്പോൾ പറയാവുന്ന ഒരു സാഹചര്യം. 5 MLA-മാരുമായി പുറത്തുപോയി സർക്കാരിന് താഴെ വീഴ്ത്തുമെന്ന മാണിയുടെ ഭീഷണി എന്തായാലും നടപ്പാകില്ല എന്ന സൂചനകൾ ലഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മാണി മാത്രം രാജിവെക്കുമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. മാണി മാത്രം ഒറ്റയ്ക്കായി KM മാണി എന്നുള്ളതാണ് വാസ്തവത്തിൽ അവിടെ സംഭവിച്ചിട്ടുള്ളത്. മാണിയുടെ ഒപ്പമുള്ള മറ്റ് MLA-മാർ മുഴുവൻ 8 MLA-മാരിൽ 7 ഒറ്റക്കെട്ടായി നീങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. ക്ലിഫ് ഹൗസിൽ നിന്നുള്ള സന്ദേശത്തിന്റെ ചുവട് പിടിച്ചു തന്നെയാണ് സർക്കാരിനെ വീഴ്ത്തിയാൽ എല്ലാവരും രാജിവെക്കേണ്ടി വരും. ഈ ഒരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ UDF-ന് കരുത്തില്ല എന്ന തിരിച്ചറിവിന്റെ പശ്ചാത്തലത്തിൽ PJ ജോസഫിനോട് സമന്വയം പ്രഖ്യാപിച്ചുകൊണ്ട് MLA-മാർ നിൽക്കുന്നു എന്ന ചില സൂചനകൾ വന്നു കഴിഞ്ഞു. മാണി മാത്രം രാജിവെക്കുന്ന പ്രഖ്യാപനം അല്പസമയത്തിനകം തന്നെ വേണ്ടിവരും എന്ന തരത്തിലേക്ക് കേരള കോൺഗ്രസ് രാഷ്ട്രീയം വന്നിരിക്കുന്നു. മാണി പുറത്തേക്ക് എന്ന സൂചന കൃത്യമായി കഴിഞ്ഞു. മാണിയുടെ രാജിപ്രഖ്യാപനം അല്പസമയത്തിനകം ഉണ്ടാകുമെന്ന് ചില കേന്ദ്രങ്ങളിൽ നിന്ന് സ്ഥിരീകരണങ്ങൾ വരുന്നുണ്ട്. എന്തായാലും മാണി മാത്രം രാജിവെക്കുമെന്ന കാര്യങ്ങളിലേക്ക് നീങ്ങുന്നു. മാണിയുടെ ഇപ്പോഴത്തെ തന്ത്രങ്ങളെല്ലാം പരാജയപ്പെടുന്നു എന്നതിന്റെ സൂചനകളാണ് ഇത്. PJ ജോസഫ് വിഭാഗം ശക്തമായി നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഉമ്മൻചാണ്ടിയുടെ നിലപാടും വളരെ നിർണായകമാണ്. KM മാണി ഒടുവിൽ കീഴടങ്ങുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. മാണി അല്പസമയത്തിനകം തന്നെ രാജി പ്രഖ്യാപിക്കുമെന്ന് നമുക്ക് മാണി ക്യാമ്പിൽ നിന്ന് തന്നെ വിവരം ലഭിച്ചിട്ടുണ്ട്. NTC വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് രാഷ്ട്രീയ കേരളത്തെ ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത്. KM മാണിയുടെ രാജി ഉറപ്പാണ് എന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. അത് ഏത് രീതിയിൽ സംഭവിക്കും, എന്തൊക്കെ അനുബന്ധ സംഭവങ്ങളോടുകൂടി യാഥാർത്ഥ്യമാകും എന്നതിൽ മാത്രമാണ് സംശയമുണ്ടായിരുന്നത്. KM മാണി 6:30 ഇപ്പോൾ 6:30 കഴിഞ്ഞിട്ടുണ്ട്. 6:30
UDF ക്യാമ്പിലേക്ക് പോകും, UDF നേതൃയോഗത്തിലേക്ക് പോകും എന്ന് പറഞ്ഞത് തൻ്റെ കീഴടങ്ങൽ അറിയിക്കാനാണ്. അദ്ദേഹം പരിപൂർണമായി കീഴടങ്ങിയിരിക്കുന്നു. ഏകനായി രാജിവെച്ച് അദ്ദേഹം ഒഴിയാൻ തയ്യാറാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം അല്ലാതെ ഇപ്പോൾ ഒരു MLA മാരുമില്ല. മറ്റെല്ലാവരും ജയരാജനും CS തോമസും റോഷി അഗസ്റ്റിനും ഉണ്ണിയാടനും ഒക്കെ തന്നെ എതിർ ക്യാമ്പിലേക്ക് മാറുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നു. ഉമ്മൻചാണ്ടി PJ ജോസഫിന് കൊടുത്ത പിന്തുണ നിർണായകമായി മാറിയിരിക്കുകയാണ്. ഇതുമൂലം കേരള കോൺഗ്രസിലെ പിളർപ്പ് ഒഴിവാകുമോ? മാണി നിശബ്ദനും മുറിവേറ്റവനുമായി UDFൽ തന്നെ നിൽക്കുമോ എന്നൊക്കെയാണ് ഇനി അറിയാനുള്ളത്. അതിലേക്കൊക്കെ നമുക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. ഇപ്പോൾ ഉഴവൂർ വിജയൻ, പ്രശ്നങ്ങൾ ഇങ്ങനെ തീരുകയാണോ? KM മാണിയുടെ തല ഉരുളുന്നതിലൂടെ തീരുകയാണോ? അദ്ദേഹം നിശബ്ദനായി ഇത് കണ്ടുകൊണ്ടിരിക്കുമോ? എന്താണെന്ന് പറയാൻ പറ്റില്ല. പുള്ളിയുടെ ഒരു മനോവികാരം എന്തും സംഭവിക്കാവുന്ന ഒരു നിലയിലാണ്. ഒരു സിനിമയിൽ ഒരു നാടിനെ മുഴുവൻ ഗുണ്ടായുസത്തിലൂടെ നേരിട്ട് നിരവധി കൊലപാതകങ്ങൾ നടത്തി പിടിച്ചുപറി നടത്തിയ ഒരു കഥാപാത്രം കീരിക്കാടൻ അവസാനം നിലം പതിക്കുകയാണ്. വിജയൻ ചേട്ടാ, ഒരു നിമിഷം കൂടി, രസമുള്ള കഥയാണ്. പക്ഷേ ആന്റണി രാജു ഔദ്യോഗിക തീരുമാനം അറിയിക്കാനായി ഇപ്പോൾ മാണിയുടെ വസതിയിലേക്ക് തിരിച്ചിരിക്കുകയാണ്. PJ ജോസഫിൻ വിഭാഗത്തിന്റെ ഔപചാരിക തീരുമാനം അറിയിക്കാൻ വേണ്ടി മാണിയുടെ വസതിയിലേക്ക് ആന്റണി രാജു തിരിച്ചിരിക്കുകയാണ് എന്നാണ്. മാണിയുടെ വസതിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നേരത്തെ അകത്തു നിന്ന് മാണി ഇറങ്ങി വരുന്നത് നോക്കി നിന്ന പത്രപ്രവർത്തകർ പുറത്തു നിന്ന് ആരെയോ കാത്തു നിൽക്കുന്ന ഒരു ദൃശ്യം ആ ദിശ മാറിയിരിക്കുന്നത് നമുക്കിപ്പോൾ കാണാം. വരാനിരിക്കുന്നത് ആന്റണി രാജുവാണ്. അറിയിക്കാനുള്ളത് മാണിക്കെതിരെ എല്ലാ MLA മാരും ഒരുമിച്ചു എന്ന വാർത്ത. PJ ജോസഫ് എത്രമാത്രം കടുത്ത തീരുമാനത്തിലാണ് എന്ന വാർത്ത. ഒരു സമയത്ത് ദുർബലനായി നിൽക്കുകയാണ് PJ ജോസഫ്. അദ്ദേഹത്തിന്റെ രണ്ടാം നിര നേതാക്കളാണ് നിലപാടെടുത്തത് എന്ന വാർത്തകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് അറിയിക്കാൻ ആന്റണി രാജു ഏതാനും നിമിഷങ്ങൾക്കകം KM മാണിയുടെ വസതിയിൽ എത്തും എന്നാണ് നമുക്ക് പറയുന്നത്. നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് അദ്ദേഹം എന്തെങ്കിലും പറയുമോ, അതിലൂടെ ജനങ്ങൾക്ക് ഈ നാടകത്തിന്റെ യഥാർത്ഥ വിവരങ്ങൾ അശ്വമുഖത്ത് നിന്ന് ലഭിക്കാനാവുമോ എന്നാണ്. ആന്റണി രാജുവിനെ കാണാം. ആന്റണി രാജു KM മാണിയുടെ വസതിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഓഡിയോ പ്ലീസ്. തീരുമാനം പ്രഖ്യാപിക്കാനുള്ള തീരുമാനം ആയതിന്റെ ഒരു സൂചനയുമില്ല. ആന്റണി രാജു മാധ്യമങ്ങളുടെ ക്യാമറയ്ക്ക് മുന്നിൽ ഒന്നും പറയാതെയാണ് അകത്തേക്ക് പോയത്. ഇപ്പോഴും ജനങ്ങളോട് പറയാൻ PJ ജോസഫിന്റെ ക്യാമ്പിൽ നിന്നാവട്ടെ KM മാണിയുടെ ക്യാമ്പിൽ നിന്നാവട്ടെ ഒന്നുമില്ല. മാധ്യമങ്ങളോട് പറയാൻ ഒന്നുമില്ല എന്നതിന്റെ അർത്ഥം ഇല്ല എന്ന് തന്നെയാണ്. ഇനിയും കാര്യങ്ങൾ വ്യക്തമാവേണ്ടതുണ്ട്. PJ ജോസഫ് രാജിവെക്കില്ല എന്ന തീരുമാനം ഔപചാരികമായി മാണിയെ അറിയിക്കാനാണ് ആന്റണി അവിടെ എത്തിയിട്ടുള്ളത് എന്നാണ് നമ്മൾ ഇപ്പോൾ അറിയുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഉഴവൂർ വിജയൻ, തുടർന്നാലും ഞാനൊരു സിനിമയിലെ ഒരു ഡയലോഗാണ് അന്നേരം പെട്ടെന്ന് അതിലും വലിയ സിനിമയാണ് ദൃശ്യത്തിൽ വരുന്നത്. അതെ, ദൃശ്യത്തിലെ സിനിമയാണ്. എങ്കിലും ഒരു വലിയ റൗഡി മറ്റുള്ളവരെല്ലാം കൂടി കൊല ചെയ്യുമ്പോൾ കൊച്ചിൻ ഹനീഫ വിളിച്ചു പറയുന്നുണ്ട്, കീരിക്കാടൻ ചത്തേ എന്ന് പറഞ്ഞൊരു ഒറ്റ ഡയലോഗാണ്. എന്ന് പറയുന്നത് പോലെ ഉള്ള ഒരു സന്തോഷം വാർത്ത വിളിച്ചു പറയുന്ന നിലയിലാണ് ഇപ്പോൾ ഈ ചാനലിലൂടെ വാർത്ത കേൾക്കുമ്പോൾ ജനങ്ങളാകെ സന്തോഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏതായിരുന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ഒരു ദൈവനിയോഗം എന്നുള്ള നിലയിലാണ്. ഇനി ഏതായാലും ഈ പടുകുഴിയിൽ നിന്ന് തിരിച്ചു കയറാൻ അതിനുള്ള ആരോഗ്യം ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. അതിനുള്ള ജീവൻ ടോൺ കൊടുക്കാൻ ഏതായാലും ഉമ്മൻചാണ്ടി തയ്യാറാകില്ല. ഉമ്മൻചാണ്ടി ആരെയും കാലുവാരി നിലത്തടിക്കും എന്നുള്ളത് തെളിവാണ്. കുറച്ചു നാൾ മുമ്പ് ഇദ്ദേഹത്തെ സഹായിക്കാനെന്നുള്ള നിലയിൽ നിന്നു. അവസാനം അദ്ദേഹത്തെ കേസിൽ കുടുക്കി ഈ പരുവത്തിലാക്കി ആ മനുഷ്യനെ ഈ നിലയിലാക്കിയതിനു ശേഷം ഇപ്പോൾ PJ പിടിച്ചിരിക്കുകയാണ്. 6 മാസം കഴിയുമ്പോൾ അദ്ദേഹത്തെയും കളയും. അവസാനം ഉമ്മൻചാണ്ടി ഈ പറഞ്ഞ ഒരു കീരിക്കാടന്റെ അവസ്ഥയിലേക്ക് വരാനും കൂടി സാധ്യത ഉണ്ട് എന്നാണ് എനിക്ക്. ഉഴവൂർ വിജയൻ തിരിച്ചു വരാം. ഇപ്പോൾ
കെ.എം. മാണിയുടെ വസതിയിൽ നിന്ന് ജീവൻ നമ്മളോടൊപ്പമുണ്ട്. ജീവൻ, ആന്റണി രാജു അവിടെ എത്തി. അദ്ദേഹം എത്തിയിരിക്കുന്നത് ജോസഫ് നേതൃയോഗത്തിന്റെ തീരുമാനം അറിയിക്കാനാണ്. പി.ജെ. ജോസഫ് രാജിവെക്കുന്നില്ല ഒരു നിലയ്ക്കും എന്ന് അറിയിക്കാനാണ് എന്നാണ് നമ്മൾ ഇപ്പോൾ ജനങ്ങളോട് പറഞ്ഞത്. എന്തൊക്കെയുണ്ട് കൂട്ടിച്ചേർക്കാൻ? NPC തീർച്ചയായും അത് NPC പറഞ്ഞത് തന്നെയാണ്. ഇപ്പോൾ ആന്റണി രാജു പി.ജെ. ജോസഫിന്റെ ദൂതുമായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹം എത്തിയതിനു ശേഷം ഇപ്പോൾ പി.ജെ. ജോസഫിന്റെ നേരത്തെ തന്നെ പി.ജെ. ജോസഫിന്റെ മനസ്സിലിരിപ്പ് എന്താണ് എന്ന് അറിഞ്ഞു വരാനാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. താൻ രാജിവെക്കുന്നില്ല എന്ന തന്റെ തീരുമാനം വളരെ കൃത്യമായി പി.ജെ. ജോസഫിന്റെ ദൂത് ആന്റണി രാജു എത്തിക്കും. ഇതോടുകൂടി കേരള കോൺഗ്രസ് ഒരു പിളർപ്പിലേക്ക് നീങ്ങുകയാണ് NPC. കാരണം 5 MLA-മാരുടെ ഭൂരിപക്ഷം മാണി ഗ്രൂപ്പ് അവകാശപ്പെടുന്നുണ്ട്. കൂടുതൽ MLA-മാർ തന്റെ പക്ഷത്ത് ഉറച്ചു നിൽക്കുമെന്ന് പി.ജെ. ജോസഫും പ്രതീക്ഷിക്കുന്നു. ഇതിൽ എത്ര പേർ ഏതൊക്കെ കളത്തിൽ എങ്ങനെയൊക്കെ നിൽക്കും, ആരൊക്കെ അധികാരത്തിന്റെ ഭാഗമായി അവസാന ദിവസം അടർത്തിയെടുക്കാൻ കഴിയുമെന്നത് ഇനി എന്തായാലും കാത്തിരുന്ന് കാണേണ്ട ഒരു വസ്തുതയാണ്. എന്തായാലും പി.ജെ. ജോസഫിന്റെ ദൂതുമായിട്ടാണ് ആന്റണി രാജു ഇവിടെ എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പി.ജെ. ജോസഫുമായുള്ള തന്നെ പുറകിൽ നിന്ന് കുത്തിയതടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ മാണി വിശദീകരിച്ചേക്കും. എന്തായാലും പി.ജെ. ജോസഫിന്റെ നിർണായക ദൂതുമായി ആന്റണി രാജു. ജീവനാണ് കെ.എം. മാണിയുടെ വസതിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അവിടെ ആന്റണി രാജു അവിടെ എത്തിയിരിക്കുകയാണ്. പി.ജെ. ജോസഫ് വിഭാഗത്തിന്റെ തീരുമാനം അറിയിക്കാൻ, പി.ജെ. ജോസഫ് രാജിവെക്കില്ല എന്ന തീരുമാനം അറിയിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ മാണിക്ക് പറയാനുള്ളത് അദ്ദേഹം കേൾക്കും എന്നുകൂടി അറിയിക്കുന്നു. പക്ഷെ അവിടെയുള്ള വിവരം, കെ.എം. മാണിയുടെ വസതിയിലുള്ള മാധ്യമപ്രവർത്തക സമൂഹത്തിന് ഇപ്പോഴുമുള്ള വിവരം പാർട്ടി പിളർപ്പിലേക്ക് പോവുക തന്നെയാണ്. 5 MLA-മാരുടെ പിന്തുണ ഇപ്പോഴും തനിക്കുണ്ടെന്ന് മാണി ഉറച്ചു വിശ്വസിക്കുകയും അത് അവകാശപ്പെടുകയും ചെയ്യുന്നു. മാണി കീഴടങ്ങിയതിന്റെ സൂചനയൊന്നും അവിടുത്തെ മാധ്യമപ്രവർത്തകർക്ക് ഇല്ല. അവർ തലസ്ഥാനത്തെ മറ്റു പ്രദേശത്തുള്ള വിവരങ്ങൾ കിട്ടാത്ത ഒരു തുരുത്തിൽ എത്തിപ്പെട്ടതുകൊണ്ടായിരിക്കാം എന്ന് നമുക്ക് വിചാരിക്കാം. നമ്മൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് കെ.എം. മാണി കീഴടങ്ങാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അത് ഔപചാരികമായി അറിയിക്കാനുള്ള ഒരു സമയമാണ് അദ്ദേഹം കാക്കുന്നത് എന്നാണ് പറഞ്ഞത്. 6:30-ക്ക് അദ്ദേഹം ക്ലിഫ് ഹൗസിലെത്തും. UDF-ന്റെ നേതാക്കളെ തൻ്റെ തീരുമാനം അറിയിക്കും. തൻ്റെ പ്രതിഷേധവും തനിക്ക് പറയാനുള്ള കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതോടൊപ്പം ഇതും അറിയിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ 15 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടും അത്തരത്തിലുള്ള വാർത്തകളൊക്കെ വരാനിരിക്കുന്നേയുള്ളൂ. കെ.എം. മാണിയുടെ ക്ലിഫ് ഹൗസിലേക്കുള്ള വരവ് നീണ്ടുപോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വീണ്ടും കീഴടങ്ങലിന് തയ്യാറായ മാണി കീഴടങ്ങലിനോട് കൂടി ഉള്ള ഉപാധികളുടെ കാര്യത്തിൽ കൂടുതൽ ബലം പിടിക്കുകയാണോ? അത്തരത്തിലുള്ള സംശയങ്ങൾ ഇപ്പോൾ ഉയരുന്ന ഒരു സമയമാണ്. ഏതായാലും നമ്മൾ അത്തരം കാര്യങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരാം. ഇപ്പോൾ സ്കറിയ തോമസ്, ഞാൻ ഒരിക്കൽ കൂടി താങ്കളിലേക്ക് വരികയാണ്. ഒരു ഒത്തുതീർപ്പിന്റെ അല്ല, ഒരു അനിവാര്യതയുടെ സൂചന അവിടെ ഉണ്ടായി. കെ.എം. മാണി കീഴടങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ അറിഞ്ഞു. പക്ഷേ ആ കീഴടങ്ങൽ സന്ദേശം നൽകാൻ ക്ലിഫ് ഹൗസിലേക്ക് പോകേണ്ട സമയം ആയി എന്ന് നമ്മൾ കരുതുമ്പോഴിതാ പി.ജെ. ജോസഫിന്റെ പ്രതിനിധിയായി ആന്റണി രാജു അവിടെ എത്തുന്നു. പി.ജെ. ജോസഫിന്റെ യോഗത്തിന്റെ നിലപാടുകൾ അറിയിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ദൗത്യം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ ഇടയ്ക്കിടെ വീണ്ടും മുറുകുകയും അഴയുകയും ചെയ്യുന്നുണ്ടോ? സ്കറിയ തോമസ്, ചെറിയ ബാർഗെയിനിങ് ആണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് എന്നാണ് എനിക്ക് ഈ കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം പുറകോട്ട് നോക്കുമ്പോൾ ഒരു വിലപേശൽ നടക്കുകയാണ്. ആ വിലപേശലിൽ എന്തൊക്കെയാണ് അതിനകത്തെ വ്യവസ്ഥകൾ എന്നുള്ളത് ഇപ്പോൾ വിലപേശിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അറിയത്തുള്ളൂ. ചിലപ്പോൾ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ ശ്രീമാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മാണിയോട് ഇവരിൽ കൂടി ഒരു ദൂത് കൊടുത്തു കാണും. ഒന്നുകിൽ മാണി സാറിന് വേണ്ടത് അദ്ദേഹം ഇറങ്ങിയാൽ അദ്ദേഹത്തിൻ്റെ കേസ് സംരക്ഷിക്കുമോ, കേസിനകത്തു നിന്ന് കുറ്റവിമുക്തനാക്കുമോ, ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ മകനെ മന്ത്രിസ്ഥാനത്ത് അദ്ദേഹത്തിന് മകനെ മന്ത്രിയാക്കി സത്യപ്രതിജ്ഞ ചെയ്യിക്കാൻ പറ്റുമോ, ഇങ്ങനെ അവസാനത്തെ ചില മിനുക്കുപണികളായിരിക്കും നടക്കുന്നത്. അതിന് പി.ജെ. ജോസഫ് വഴങ്ങുമോ? അങ്ങനെയുള്ള രഹസ്യമായ വിലപേശലുകളാണ്. അല്ലാതെ മറ്റ് രാഷ്ട്രീയമായിട്ട് എന്താ തീരുമാനമെടുക്കാനുള്ളത്? വെക്കുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് ഇത്രയും ദിവസമായി. രാജി എന്ന് പറയുന്ന ആ 2 വാക്ക് ഇതുവരെ ആരുടെയും വായിൽ നിന്ന് കേൾക്കുന്നില്ല. ശ്രീമാൻ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് ഇതുവരെ വന്നിട്ടില്ല. ശ്രീമാൻ കെ.എം. മാണിയുടെ വായിൽ നിന്ന് വന്നിട്ടില്ല.
ശ്രീമാൻ PJ ജോസഫ് ഇതുവരെ രാജി എന്നുള്ളതിനെക്കുറിച്ച് ഒന്നും ഇതുവരെ ആ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. എല്ലാം ഇങ്ങനെ നിൽക്കുന്നു. മാധ്യമങ്ങൾ പല രീതിയിൽ ഇത് പറയുന്നു. ശ്രീമാൻ പറയേണ്ട ആളുകൾ ഇതുവരെ അതിനെക്കുറിച്ചൊരു തീരുമാനം എടുത്തിട്ടില്ല. UDF ഒരു തീരുമാനം പറയുന്നില്ല. ഇത് പൊതുജനങ്ങളെ വെറുതെ വിഡ്ഢികളാക്കുന്ന ഒരു നാടകമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. തോമസ് മടങ്ങി വരാം. ഇപ്പോൾ LDF-ന്റെ പ്രമുഖ നേതാക്കളിൽ ഒരാളായ മുൻ മന്ത്രി മാത്യു ടി തോമസ് നമ്മളോടൊപ്പം എത്തിയിരിക്കുകയാണ്. LDF സമരത്തിലേക്ക് പോവുകയാണ്. അതോടൊപ്പം സമാന്തരമായി വരുന്ന വാർത്തകൾ KM മാണി രാജിക്ക് തയ്യാറായി കഴിഞ്ഞു, അദ്ദേഹം കീഴടങ്ങിക്കഴിഞ്ഞു എന്ന വാർത്ത ഒരു വശത്ത്. അതോടൊപ്പം കേരള കോൺഗ്രസ് പിളരുകയാണ്. ഇരുപക്ഷവും ഭൂരിപക്ഷം MLA-മാരുടെ പിന്തുണ അവകാശപ്പെടുന്നുണ്ട്. എങ്കിൽ പോലും ഉമ്മൻചാണ്ടി കൊടുത്ത സന്ദേശമനുസരിച്ച് PJ ജോസഫിന് ചുറ്റും അല്ലെങ്കിൽ അധികാരത്തിന് ചുറ്റും MLA-മാർ വട്ടം കൂടിയിരിക്കുന്നു. കൂടുതൽ MLA-മാർ ജോസഫ് വിഭാഗത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന സൂചനകളും വരുന്നു. എന്തു പറയുന്നു? ഇത്രമാത്രം ആശയക്കുഴപ്പം ഈ വിഷയത്തിൽ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കേരളത്തിലെ ഒരു മന്ത്രിക്കെതിരെ റെഫർ റിപ്പോർട്ട് കൊടുത്ത്, വിജിലൻസ് കൊടുത്ത റെഫർ റിപ്പോർട്ട് കോടതി തള്ളിക്കളഞ്ഞു. ആ ഘട്ടത്തിൽ തന്നെ അദ്ദേഹം ആരോപണം ഉണ്ടായപ്പോൾ തന്നെ രാജിവെക്കേണ്ടതാണ്. FIR രജിസ്റ്റർ ചെയ്യപ്പോൾ തന്നെ രാജിവെക്കേണ്ടതാണ്. ഏറ്റവും കുറഞ്ഞത് വിജിലൻസ് കോടതി ആ റെഫർ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞപ്പോൾ രാജിവെക്കേണ്ടതാണ്. അതുമേൽ അപ്പീൽ പോയപ്പോൾ ഹൈക്കോടതി നടത്തിയ പരാമർശങ്ങൾ പരിഗണിച്ച് രാജിവെക്കേണ്ടതാണ്. ഇപ്പോഴും KM മാണി രാജിവെക്കണമെന്ന് തൻ്റെ ഇടമായി കേരളത്തിലെ മുഖ്യമന്ത്രി എന്താണെന്ന് പറയാത്തത്? നേരത്തെ അങ്ങനെ പറഞ്ഞിട്ടുള്ള ആളാണല്ലോ മുഖ്യമന്ത്രി പഴയ ഘട്ടങ്ങളിൽ. ഈ സാഹചര്യങ്ങൾ നിയമപരമായും ധാർമ്മികമായും സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇങ്ങനെ ഒരാൾ എൻ്റെ മന്ത്രിസഭയിൽ വേണ്ട എന്ന് പറയാനുള്ള തൻ്റെ ഇടം കേരളത്തിലെ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് കാട്ടാത്തത്? അതാണ് ഇവിടെ പ്രസക്തമായി നിൽക്കുന്നൊരു വിഷയം. അദ്ദേഹം ഭീഷണിയിലാണെങ്കിലോ അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരുടെ രഹസ്യങ്ങളുടെ കസ്റ്റോഡിയൻ കൂടിയാണ് KM മാണി. KM മാണിയെ ഭീഷണിപ്പെടുത്തുകയാണോ? അദ്ദേഹം അത് KM മാണിയെ കൈകാര്യം ചെയ്ത് എടുക്കാനുള്ള ഒരു സമയം എടുത്തുകൊണ്ടിരിക്കുകയാണോ? അങ്ങനെ കരുതാമോ? എന്തിനെയോ ശ്രീ ഉമ്മൻചാണ്ടി ഭയപ്പെടുന്നുണ്ട്. അല്ലെ, ഇത്രയും സമാനമായ ഒരു സാഹചര്യം കേരളത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ആരോപിതനായ ഒരു മന്ത്രിക്കെതിരെ കോടതികൾ തുടർച്ചയായി പരാമർശങ്ങൾ നടത്തുകയും പ്രഥമ ദൃഷ്ടിയ കൈക്കൂലി വാങ്ങിയതിൽ തെളിവുണ്ട് എന്ന് കോടതി തന്നെ വിചാരണയ്ക്ക് മുമ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തതിന് ശേഷം ആ മന്ത്രി രാജിവെക്കണമെന്ന് പറയാനുള്ള ഒരു തൻ്റെ ഇടം മുഖ്യമന്ത്രി കാണിക്കാത്തത് ഈ കൊള്ളയ്ക്കകത്ത് അദ്ദേഹത്തിന് എന്തെങ്കിലും പങ്കുണ്ട് എന്നുള്ളതുണ്ട് എന്നതിലേക്കല്ല വിരൽ ചൂണ്ടുന്നത്. ഈ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാന ഉത്തരവാദി മുഖ്യമന്ത്രി തന്നെയാണ്. ഇങ്ങനൊരു മന്ത്രി അധികാരത്തിൽ ഇത്രയും മാസം തുടരുകയും ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ അതിനെല്ലാ കവചവും സൃഷ്ടിച്ച് കോൺഗ്രസ് MLA-മാർ ആർത്തുല്ലസിച്ച് ലഡു വിതരണം നടത്തി നിയമസഭയിൽ ഒരിക്കലും ഇല്ലാത്ത രംഗങ്ങളൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ഒക്കെ ഉത്തരവാദിത്വം ഈ മന്ത്രിയോട് രാജിവെക്കാൻ പറയാനുള്ള തൻ്റെ ഇടം കാണിക്കാത്ത മുഖ്യമന്ത്രിക്കാണ്. എന്നേ ഇദ്ദേഹം ഇത് പറയേണ്ടതാ? അന്നേ അദ്ദേഹം അത് പറഞ്ഞിരുന്നെങ്കിൽ എന്നേ ഈ പ്രശ്നം പരിഹൃതമാകുമായിരുന്നു. ഈ ആശയക്കുഴപ്പത്തിലേക്ക് കേരള സമൂഹത്തെ മുഴുവൻ കൊണ്ടെത്തിച്ചത് കേരളത്തിൻ്റെ ഭരണത്തലവനായ ശ്രീ ഉമ്മൻചാണ്ടിയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അദ്ദേഹം KM മാണിയെ ഭയപ്പെടാൻ എന്തൊക്കെയോ കാര്യങ്ങൾ KM മാണിയുടെ കൈവശമുണ്ട്. രണ്ടാമതൊരു വിഷയം, ഈ ആരോപണം ആദ്യം ഉണ്ടായ സമയത്തും ഇപ്പോഴും ശ്രീ KM മാണി പറയുന്ന വിഷയമുണ്ട്. ഇതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചനയുണ്ട്, ഞാൻ എല്ലാം പറയും എന്ന് പറയുന്നതല്ലാതെ എന്താണ് ഗൂഢാലോചന എന്ന് അദ്ദേഹം പറയണ്ടേ? നിയമസഭയിൽ ഒരു ഘട്ടത്തിൽ ഞാൻ എഴുന്നേറ്റ് ചോദിച്ചതാണ് ഈ ഗൂഢാലോചന ആരൊക്കെയാണ്. അപ്പോൾ അദ്ദേഹം ആരോപണം തിരിച്ചു വെച്ചു എൻ്റെ നേർക്ക്. തിരുവല്ല MLA കൂടി ഗൂഢാലോചന പങ്കുണ്ടെന്ന് നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞു. ഞാൻ തിരിച്ചുപോയി. എന്താണ് ഈ ഗൂഢാലോചന? കൈക്കൂലി വാങ്ങിച്ചതിലുള്ള ഗൂഢാലോചനയാണോ? അത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് വിനിയോഗിച്ചതിൻ്റെ അകത്ത് ഗൂഢാലോചനയാണോ? ഈ ഗൂഢാലോചന എന്ത് എന്ന് പറയാൻ ഈ ജനങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ മറച്ചു വയ്ക്കുക. ജനങ്ങൾക്കറിയാൻ താല്പര്യമുള്ളത് മാണി പറയുന്ന ഗൂഢാലോചനയിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഉണ്ടെങ്കിൽ ആ ഗൂഢാലോചനയിൽ ആരൊക്കെയാണ് പങ്കാളികൾ? എന്തുകൊണ്ട് മുഖ്യമന്ത്രി മാണിയോട് രാജിവെക്കാൻ എന്നേ തീരേണ്ട വിഷയമാണ്. മുഖ്യമന്ത്രി മാണി സാറേ രാജിവെക്ക് എന്ന് പറഞ്ഞാൽ അന്ന് തീരേണ്ട വിഷയമല്ലേ? മാത്യു തോമസ്, അത് വ്യക്തമാണ്. ഇപ്പോൾ മാണി മാത്രം രാജിവെക്കും. അദ്ദേഹം പ്രതിഷേധത്തോടു കൂടിയാണെങ്കിലും മാണി മാത്രം രാജിവെക്കും. കേരള കോൺഗ്രസ് പിളർന്നാലും ഇരുവിഭാഗങ്ങളും സർക്കാരിന് പിന്തുണ കൊടുക്കും എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. മാണിക്ക് എന്തെങ്കിലും രഹസ്യമായ ഉറപ്പ് കേസ് സംരക്ഷിച്ചു കൊള്ളാം എന്നൊക്കെ കൊടുത്തോ എന്ന് നമുക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ മാണി മാത്രം രാജിവെക്കുകയാണെങ്കിൽ പ്രതിപക്ഷം ഒരു സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാണിയുടെ രാജി തേടി ഒരു സമരം. ആ സമരത്തിൻ്റെ
സമരം നിർത്തിവെക്കുമോ? ആ സമരത്തിന് മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു പുനരുജ്ജീവനം ഉണ്ടാകുമോ? എന്താണ് LDFന്റെ തീരുമാനം? എടുത്തിരിക്കുന്ന തീരുമാനം ശ്രീ KM മാണിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് നാളെ രാവിലെ മുതൽ വളരെ ശക്തമായ സമരങ്ങൾ സംഘടിപ്പിക്കാൻ. ആ ആവശ്യം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഡിമാൻഡിന് വലിയ പ്രസക്തിയില്ല. മാണി രാജിവെക്കണം എന്നുള്ള സമരത്തിന് മാണി രാജിവെച്ച് കഴിഞ്ഞാൽ എന്താ പ്രസക്തി? അത് മറ്റ് വിഷയങ്ങളടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെ ഏറ്റെടുക്കണം എന്നുള്ള LDF കൂട്ടായി തീരുമാനിച്ചേ പറയാൻ പറ്റുള്ളൂ. എനിക്ക് ഇപ്പോഴുള്ള തീരുമാനം മാണി രാജിവെച്ചില്ലെങ്കിൽ സമരത്തിലേക്ക് പോകും എന്നതാണ്. അതെ, മാണി രാജിവെക്കുന്നത് വരെ സമരം എന്നുള്ളതാണ് ഏറ്റവും ശക്തമായ പ്രക്ഷോഭം. ഇതിൻ്റെ അകത്ത് PJ ജോസഫ് കൂടി രാജിവെക്കണമെന്ന് KM മാണി പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ല. P ജോസഫ് രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത്. അദ്ദേഹം അന്നത്തെ മുഖ്യമന്ത്രി രാജിവെക്കാൻ പറഞ്ഞു, രാജിവെച്ചു. അദ്ദേഹം കുറ്റവിമുക്തനായപ്പോൾ അത് തിരിച്ചു വന്നു. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ ശ്രീ KM മാണിക്കെതിരെ ഇത്രയും ആരോപണം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ രണ്ടാമനായി നിന്നുകൊണ്ട് എല്ലാ പിന്തുണയും ശ്രീ PJ ജോസഫ് ഒരു മാന്യ നിലയിൽ നൽകിയത് കൊണ്ടാണ് KM മാണി ഇത്രയും പിടിച്ചിരുന്നത്. അദ്ദേഹത്തിന് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നപ്പോൾ എന്നാൽ ജോസഫിനെയും കൊണ്ടേ പോകൂ എന്നൊരു വാശി ശ്രീ KM മാണി എടുക്കുന്നതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം എന്താണ്? തനിക്ക് അധികാരം പങ്കിടാൻ കഴിയുന്നില്ലെങ്കിൽ, അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റാരും ഇത് ആസ്വദിക്കണ്ട. ഇതൊരു ഈ ഭരണം എന്ന് പറയുന്ന ആസ്വദിക്കാൻ വേണ്ടി കാണുന്നതുകൊണ്ടാണ് ഈ കുഴപ്പം. തനിക്ക് പറ്റുന്നില്ലെങ്കിൽ ജോസഫിനും വേണ്ട എന്ന ഒരു നിലപാട് വളരെ സങ്കുചിതമായി പോയി. അദ്ദേഹത്തിൻ്റെ രാജിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചതിൽ P ജോസഫിന് യാതൊരു പങ്കുമില്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർക്കൊരു പങ്കുമില്ല. അദ്ദേഹം കൈക്കൂലി വാങ്ങി എന്ന ആരോപണം ഉന്നയിച്ചത് ബിജു രമേശാണ്. അത് ഞങ്ങൾ സമരം ചെയ്തു, ഞങ്ങളത് ഏറ്റുപിടിച്ചു. അപ്പം രാജിയിലേക്ക് കൊണ്ടെത്തിക്കുന്നതിൽ PJ ജോസഫ് കൂടി രാജിവെക്കണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ P ജോസഫിനെതിരെയുള്ള ആരോപണം എന്താ? മാണി ഇത്ര നാൾ പിന്തുണച്ചു എന്ന് ഒരു ധാർമ്മികമായ പ്രശ്നം അദ്ദേഹത്തിനുണ്ടാകും. മാണി ഇത്രയും നാൾ സഹായിച്ചതിൻ്റെ പേരിൽ മാണി കുറ്റക്കാരാണെന്ന് വിളിച്ചപ്പോൾ രാജിവെക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാം. അതാണോ മാണി ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് മാണി പറയണം. അല്ലാതെ P ജോസഫ് രാജിവെക്കണമെന്ന് ഇപ്പം പറയുന്നതിൻ്റെ യാതൊരു യുക്തിയില്ല. സ്കറിയ തോമസ്, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. KM മാണി മാത്രം രാജിവെക്കുകയും PJ ജോസഫ് വിഭാഗം അടർന്നുമാറുകയോ ഒരുമിച്ച് തന്നെ നിൽക്കുകയോ ചെയ്ത് UDF-ൽ തന്നെ തുടരുകയും ചെയ്താൽ KM മാണി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ പലതുമുണ്ട്. അത് പ്രധാനപ്പെട്ട വകുപ്പുകളാണ് എന്ന് നമുക്കറിയാം. അതിൽ ധനകാര്യവും നിയമവും ഇപ്പോൾ വളരെ പ്രസക്തമാണ്. മാണിക്കെതിരെ ഒരു അന്വേഷണം നടത്തുകയാണ്. അത് ആ ഘട്ടത്തിൽ നിയമവകുപ്പ് മാണിയുടെ പാർട്ടിയുടെ തന്നെ കയ്യിലിരിക്കുന്നതിൻ്റെ അനൗചിത്യം, അതുപോലെ തന്നെ ധനകാര്യം, ബജറ്റ് അടക്കം വിറ്റു, പീസായി വിറ്റു എന്ന ആരോപണം നേരിടുന്ന ഒരു മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ബൊമ്മകൾ, അദ്ദേഹത്തിന് നയിക്കാവുന്ന പാവകൾ ആ സ്ഥാനം തന്നെ ഏറ്റെടുക്കുന്നതിൻ്റെ ഔചിത്യം അത് എത്രമാത്രമാണ്? അത് ചർച്ച ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ കൂടി കേരളം എത്തി നിൽക്കുകയല്ലേ സ്കറിയ തോമസ്? അത് ശ്രീമാൻ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി അങ്ങനെ ഒരു ഇത് മാണി സാറ് രാജിവെച്ച് പോകണം എന്ന് അദ്ദേഹം മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ വ്യവസ്ഥകളൊന്നും വെക്കാതെ ശ്രീമാൻ PJ ജോസഫിനെ മാന്യമായിട്ട് അംഗീകരിച്ചുകൊണ്ട് ശ്രീ മാണി സാറ് ഇതിന് വിധേയനാകാതെ വന്നാൽ PJ ജോസഫിന് വേണ്ട പിന്തുണ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കരങ്ങൾക്ക് ശക്തി പകർന്ന് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി മറ്റുള്ള MLA-മാരെ പ്രേരിപ്പിച്ച് PJ ജോസഫ് പണ്ട് കോൺഗ്രസ് ചെയ്തിരുന്ന നയം അതാണ്. കോൺഗ്രസിനകത്ത്, കേരള കോൺഗ്രസിനകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ മുൻ മുഖ്യമന്ത്രി ശ്രീ K കരുണാകരൻ അദ്ദേഹം എടുത്ത നയം PJ ജോസഫിനെ അദ്ദേഹം പൂർണ്ണമായി പിന്തുണയ്ക്കുകയും അദ്ദേഹത്തെ UDF-ൽ നിലനിർത്തുകയും മാണി സാറിനെ കൂടെ ഉണ്ടായിരുന്ന R ബാലകൃഷ്ണപിള്ള ഉൾപ്പെടെയുള്ള TM ജേക്കബ് ഉൾപ്പെടെയുള്ള MLA-മാരെ എല്ലാം PJ ജോസഫിൻ്റെ പാളയത്തിൽ കൊണ്ട് കൊടുത്ത് PJ ജോസഫിനെ ശക്തിപ്പെടുത്തി മാണി സാറിനെ പുറത്താക്കി. അത് ആ നയം ആയിരിക്കാം ഒരുപക്ഷെ ശ്രീമാൻ ബുദ്ധിമാനായ ഉമ്മൻചാണ്ടി സ്വീകരിക്കുക. അതിനുവേണ്ടിയായിരിക്കാം അദ്ദേഹം ഇത്രയും സമയം കാത്തിരുന്നത്. സ്കറിയ തോമസ്, തിരിച്ചു വരാം.